ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് മമ്മൂട്ടി, സാക്ഷാൽ മമ്മൂട്ടി. അറിയാമല്ലോ, മമ്മൂട്ടിയാണ്. ഇതൊരു സിനിമയ്ക്കകത്ത് പറഞ്ഞാലും അത് വളരെ കാര്യമാണ്. കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ എപ്പോഴൊക്കെ ആരൊക്കെ പുച്ഛിക്കുന്നുണ്ടോ, എപ്പോഴൊക്കെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ, അയാളെ തകർത്ത് എറിഞ്ഞ് അവരെ തരിപ്പണമാക്കി മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതം അയാൾക്ക് പണ്ടേ ഉണ്ട്. അതിപ്പം ഇദ്ദേഹത്തിന് അസുഖം വന്ന് കിടപ്പിലായപ്പോൾ പലരും പല കമൻസിലും ചത്തില്ലേ എന്നുള്ള വളരെ മോശമായ കമൻസ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയപ്പോഴും അയാൾ പുറകോട്ട് വലിയതില്ല. ഫീനിക്സ് പക്ഷിയെ പോലെ കുതിച്ചു കയറുന്ന ഒരു പ്രവണത പണ്ടും ഇന്നും അയാൾ നിലനിർത്തുന്നുണ്ട്. അയാളുടെ ഒരു പ്രകൃതമാണ്, സ്വഭാവമാണ്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ആക്ടറാണ്. ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ മോഹൻലാലിനെ കുറിച്ചും ഒക്കെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പം ഇപ്പം നമ്മൾ 2020 അങ്ങോട്ടല്ല ഇവർ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. റോഷാക്ക് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായപ്പോൾ റോഷാക്ക് പോലൊരു അതിഗംഭീര സിനിമ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടനല്ലാതെ ഒരാൾക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം റോഷാക്കിലെ ലൂക്ക് ആന്റണി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സിനിമയാണ്, ഇന്റർനാഷണൽ ക്യാരക്ടറാണ്, വേറൊരാൾക്കും സാധ്യമല്ല. ബ്രഹ്മയുഗത്തിലെ പോറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ട്രോൾ മെറ്റീരിയൽ ആകുന്ന ഒരു സാധനത്തിനെ ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ, ഇതിന് ഫിലിം ഫെയർ അവാർഡ്, സംസ്ഥാന അവാർഡ്, ദേശീയ അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ പേരേ ഉള്ളൂ. അത് ഒറ്റ പേരെന്ന് പറയുന്നത് സാക്ഷാൽ മമ്മൂട്ടി തന്നെ ആയിരിക്കണം ആ കഥാപാത്രം ചെയ്യുന്നത്. ഇനി 28 വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത്. മമ്മൂട്ടി മിക്കവാറും എല്ലാ വർഷങ്ങളിലും മത്സരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അമിതാഭ് ബച്ചന് 4 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 8 അല്ലെങ്കിൽ 12 നാഷണൽ അവാർഡിന് അർഹനാണ് മമ്മൂട്ടി. അല്ലാതെ അർഹതയില്ലാത്ത അവാർഡല്ല കിട്ടിയത്. ആദ്യത്തെ അവാർഡ് കിട്ടുമ്പം വടക്കം വീരാതയ്ക്കും മതിലുകൾക്ക് കിട്ടിയ, വടക്കം വീരാതയ്ക്കകത്ത് ചന്തുവിന്റെ യോദ്ധാവും മതിലുകളിലെ ബഷീറിന് സാധാരണ നിഷ്കളങ്കമായ ചിരിയുമാണെങ്കിൽ, അടുത്ത നാഷണൽ അവാർഡ് കിട്ടുമ്പം വീണ്ടും വിധേയനും പൊന്തന്മാടയാണ്. വിധേയനകത്ത് അധികാരത്തിന്റെ ചിരിയാണെങ്കിൽ മാടയുടെ വിധേയത്വമാണ് പൊന്തന്മാടയിൽ. അതിശയിപ്പിച്ചു വന്നത് ജൂറി മെമ്പേഴ്സിനെയും ജൂറി ചെയർമാനെയൊക്കെ ഒരേ നടനാണ് ഇത് ചെയ്തതെന്നുള്ളത്. ഇംഗ്ലീഷ് സിനിമയിലൂടെയാണ് ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ അംബേദ്കറിലൂടെ ജബ്ബാർ പട്ടേൽ പറഞ്ഞേക്കുന്നത്. ഇത്രയും ഗംഭീരമാക്കുമെന്ന് ജബ്ബാർ പട്ടേലിന് പോലും കരുതിയില്ല. അത്രയും വിസ്മയകരമായിട്ട് അംബേദ്കറിലൂടെ മമ്മൂട്ടി ജീവിക്കുകയായിരുന്നു. അത് തകർത്തു. കൊടുവൻ പോറ്റിയെ നമ്മൾ വെല്ലുവിളിക്കുകയാണ്. ആരായാലും വെല്ലുവിളിക്കാം. ഒരു മലയാളിയാണെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ വെല്ലുവിളിക്കാം. ഇതിന് മുകളിൽ, മമ്മൂട്ടിക്ക് മുകളിൽ ഒരാൾ കൊടുവൻ പോറ്റി ഒരു ചാത്തനായിട്ട് അഭിനയിച്ച് തകർക്കുവാണെങ്കിൽ അത് സംഭവമാണ്. ഒരിക്കലും സംഭവിക്കരുത്. അത് മമ്മൂട്ടിക്ക് മാത്രം. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ മമ്മൂട്ടി. എൻ്റെ വിശ്വാസം ഇദ്ദേഹത്തിന്റെ തുടക്കം മാത്രമാണ്. ഒരു പുത്തൻ ഫേസാണ്. ഇനിയും 2027, 28 ഒക്കെ ഇദ്ദേഹത്തിനെ കളിയാക്കുന്ന പല കാര്യങ്ങൾ, അതായത് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഇല്ല എന്നൊക്കെ പറയുന്നതൊക്കെ തകർത്തെറിയുമെന്നുള്ളതിൽ സംശയം വേണ്ട. അറിയാമല്ലോ, മമ്മൂട്ടിയാണ്.